ഹായ് ഓൾ ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ്. മറ്റൊന്നുമല്ല, ധാരാളം ഉദ്യോഗാർത്ഥികൾ, ഇലക്ട്രിക്കൽ മേഖലയിലെ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമുണ്ട്. KSEBയുടെ സബ് എഞ്ചിനീയർ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് എപ്പോൾ പഠിച്ചു തുടങ്ങണം, എന്നത്തേക്ക് നോട്ടിഫിക്കേഷൻ വരുമെന്നൊക്കെ ധാരാളം ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നൊരു ചോദ്യം വരാറുണ്ട്. ഈ സബ് എഞ്ചിനീയറിനെ പറ്റി പറയുകയാണെങ്കിൽ AE പോലെ അത്രത്തോളം കടുത്ത ഡിഫിക്കൽട്ടി ലെവൽ ഇല്ലാത്തൊരു എക്സാമിനേഷൻ ആണ്. എന്നാൽ അത്യാവശ്യം നല്ല പേ സ്കെയിൽ കിട്ടുന്ന ഒരു പോസ്റ്റുമാണ്. അവസാനത്തെ ഒരു എക്സാമിനേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം നിലവിൽ റാങ്ക് ലിസ്റ്റിന് വാലിഡിറ്റി ഉള്ളപ്പോൾ തന്നെ ഏതാണ്ട് 700ഓളം നിയമനങ്ങൾ അതിൽ നിന്ന് നടന്നു കഴിഞ്ഞു. KSEB വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമായതുകൊണ്ട് തന്നെ അതിന് പുതിയ പുതിയ ഓഫീസുകളും പുതിയ സെക്ഷനുകളും ഒക്കെ വരുമ്പോൾ ഈ ഒരു നമ്പർ കൂടാനുള്ള സാധ്യത. ഇനിയും ഈ വരുന്ന നോട്ടിഫിക്കേഷനിൽ നിന്ന് ഇതുപോലെ തന്നെ നിയമനങ്ങൾ നടക്കാൻ തന്നെയാണ് സാധ്യത. അതായത് ഇനി നിയമനങ്ങൾ ഫില്ലായാലും പുതിയ നോട്ടിഫിക്കേഷൻ വന്ന എക്സാം നടക്കുമ്പോഴേക്കും വീണ്ടും ഇതിന്റെ വ്യാപ്തി വരുന്നുണ്ട്. മാത്രമല്ല, റിട്ടയർമെന്റുകളും ആനുപാതികമായിട്ട് തന്നെ നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്നത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഈ അവസാനം കഴിഞ്ഞ എക്സാമിനേഷന്റെ ഡീറ്റെയിൽസിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കുന്നതിനും ഏത് രീതിയിൽ പഠിച്ചു തുടങ്ങണമെന്നും ഇതൊരു പഠിച്ചു തുടങ്ങാനുള്ള ശരിയായ സമയമായതുകൊണ്ട് തന്നെ എങ്ങനെ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് നല്ല റാങ്കിൽ എത്താം എന്നതിനും പറ്റി ഏണസ്റ്റ് അക്കാഡമി ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് വീഡിയോയും ഒപ്പം തന്നെ ഈ ഒരു കണ്ടന്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് അവസാനം നടന്ന എക്സാമിനേഷനെ നമുക്കൊന്ന് വിലയിരുത്താം. അവസാനം നടന്ന എക്സാമിനേഷൻ 553/2021 എന്ന കാറ്റഗറി നമ്പറിലാണ് ഈ നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇതിന്റെ ഒരു അടിസ്ഥാന യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആണ്. ഇതിൽ 3 ഇയർ റെഗുലർ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് മേഖലയുമായി ബന്ധപ്പെട്ട്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് മേഖലയുമായിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ട ഒരു 3 ഇയർ ഡിപ്ലോമയാണ് ഇതിന്റെ ഒരു അടിസ്ഥാന യോഗ്യതയായിട്ട് പറയുന്നത്. പിന്നെ ഇതിന്റെ പേ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 41,600 മുതൽ 82,400 ആണ് ഇതിന്റെ ഒരു പേ സ്കെയിൽ. പിന്നെ അടിസ്ഥാന യോഗ്യത ഡിപ്ലോമയാണെങ്കിലും ഇതിന് മുകളിലോട്ട് യോഗ്യതയുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതില്ല, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ട് അത് പറയാഞ്ഞത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് 3 ഇയർ ഡിപ്ലോമ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിലോ ഉള്ളവർക്കൊക്കെ അതിന് മുകളിലോട്ട് BTechോ MTechോ ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ ഒരു പോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു KSEBയിൽ അത്യാവശ്യം നല്ലൊരു പോസ്റ്റാണ്. അത്യാവശ്യം പേ സ്കെയിൽ ഉള്ളൊരു പോസ്റ്റാണ്. 41,600 മുതൽ 82,400 വരെ പേ സ്കെയിൽ ഉള്ളൊരു സ്ഥാപനമാണ്. KSEB അത്യാവശ്യം നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. കേരളം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. മാത്രമല്ല, ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മോണോപോളി ഉള്ളൊരു സ്ഥാപനം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വൈദ്യുതിയുടെ ഉപയോഗം കൂടി വരുന്നതനുസരിച്ച് കേരളത്തിൽ ആകമാനം അവർക്ക് നെറ്റ്വർക്ക് വരുന്നു. അപ്പോൾ അവസാനമായിട്ട് നടന്ന എക്സാമിനേഷനിലെ DOE നമുക്ക് നോക്കാം. DOE നിലവിൽ വരുന്ന 29/11/2023 അന്നത്തെ എക്സാമിനേഷന്റെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നത് 56.67 ആയിരുന്നു. അന്ന് ഏറ്റവും കൂടുതലായിട്ട് സ്കോർ ചെയ്ത മാർക്ക് ടെസ്റ്റിൽ 81.33 എന്ന് പറയുന്ന മാർക്കാണ് ടോപ്പ് സ്കോറായിട്ട് വന്നത്. അന്ന് മൊത്തം കാൻഡിഡേറ്റ്സ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് 941 പേരാണ്. 941-ൽ 681 പേർക്ക് അഡ്വൈസ് പോയി. അത് നിലവിൽ ഏതാണ്ട് 700-നടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും അധികം അഡ്വൈസ് പോയൊരു പോസ്റ്റാണ്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലപ്പോൾ റാങ്ക് ലിസ്റ്റ് കഴിയുമ്പോഴേക്കും മെയിൻ ലിസ്റ്റിലുള്ള മുഴുവൻ ഉദ്യോഗാർത്ഥികളെയും ചിലപ്പോൾ എടുത്തുകൂടാഴികയില്ല. കാരണം KSEB അത്രത്തോളം ഒരു വലിയ സ്ഥാപനമാണ്. റിട്ടയർമെന്റുകളും വരുന്നുണ്ട്. ഇത് തുടർന്നും അങ്ങനെ തന്നെ പോകും. കാരണം KSEBക്ക് എക്സ്പാൻഷൻ ഉണ്ട്, ഒപ്പം തന്നെ റിട്ടയർമെന്റ് പാരലായിട്ട് നടക്കുന്നുണ്ട് തന്നെ ഈ ഒരു നമ്പർ എല്ലാ പീരീഡിലും നിയമനം നടന്നു തന്നെ പോകും. ഇനി നടക്കുന്ന എക്സാമിനേഷനിലും വരുന്ന റാങ്ക് ലിസ്റ്റിലും ഇതുപോലെ തന്നെ നിയമനം നടക്കുന്ന ഒരു എക്സാമിനേഷൻ കൂടിയാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്താൽ ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ട് കിട്ടാൻ സാധ്യതയുള്ളൊരു പോസ്റ്റാണ്. അപ്പം ഇതിൽ എന്താണ് നിങ്ങളുടെ ഇമ്പോർട്ടൻസ്? കാരണം നമുക്കറിയാം PSCയുടെ ഒരു പുതിയ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നതിന്റെ പിറ്റേന്ന് തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഉടൻ തന്നെ ഈ ഒരു എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യും? PSC അതിന്റെ എക്സാം വിളിക്കും. അതിനുശേഷം റാങ്ക് ലിസ്റ്റിനുള്ള നടപടിക്രമങ്ങൾ നോക്കും. അപ്പോൾ നമുക്ക് പണ്ടത്തെ പോലെ PSCക്ക് പ്രിപ്പയർ ചെയ്യാൻ മതിയായ സമയം കിട്ടത്തില്ല. അത് നമ്മൾ മുന്നിൽ കണ്ടുവേണം നമ്മുടെ പഠനം ഇപ്പോൾ തുടങ്ങാൻ. അതിനായിട്ട് ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്ക് ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുകയാണ്. അതായത് ഈ വരുന്ന 17/10/2025 വൈകുന്നേരം 8 മണിക്കാണ് നമ്മൾ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. അതായത് മുൻവർഷ ചോദ്യപേപ്പറുകൾ, അതുപോലെ തന്നെ മുൻവർഷ സിലബസ്, ഇനി വരാൻ സാധ്യതയുള്ള പരീക്ഷയുടെ രീതികൾ. ഇപ്പം നിലവിൽ PSCയുടെ പാറ്റേണൊക്കെ അവർ മാറ്റിയിട്ടുണ്ട്. ധാരാളം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനുകളൊക്കെ ഈ ഒരു കണ്ടന്റ് ഉൾപ്പെടുത്താൻ തുടങ്ങി എക്സാമിനേഷനിൽ. അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ എങ്ങനെ നമ്മൾ അസസ് ചെയ്യണം, അനാലിസിസ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഈ ഒരു വെബിനാർ നിങ്ങളെ സഹായിക്കും.
മാത്രമല്ല ഇതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സാമിനേഷനിൽ പലതരത്തിലായിരിക്കും എക്സാമിനേഷൻ. ചിലപ്പം വളരെ സിമ്പിൾ ആയിരിക്കും, മോഡറേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ലെവൽ ഭയങ്കര കൂടുതലായിരിക്കും. ഈ ഓരോ എക്സാമിനേഷൻ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട വ്യത്യസ്ത രീതിയിലായിരിക്കും. ഇത് എക്സാം ഹാളിൽ എടുക്കേണ്ടുന്ന ഒരു ഡിസിഷനാണ്, സ്ട്രാറ്റജിക് ഡിസിഷനാണ്. പല ഉദ്യോഗാർത്ഥികളും കൃത്യമായി പഠിച്ചാലും റാങ്ക് ലിസ്റ്റിന്റെ പിന്നിലേക്ക് പോകുന്ന ഇത്തരത്തിലുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിലെ പരാജയം കൊണ്ടാണ്. ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഗൈഡ് ചെയ്ത് തരാൻ ഈ ഒരു വെബിനാറിന് കഴിയും എന്നുള്ളതാണ് ഈ വെബിനാറിന്റെ പ്രത്യേകത. അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് ഈ വെബിനാറിൽ പങ്കെടുക്കണം. ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കാനായിട്ട് നമ്മൾ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പഠിച്ചു തുടങ്ങേണ്ടത് ഒരു റൈറ്റ് ടൈമാണ് നമ്മളുടേത്. ഇപ്പോൾ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങണം. നിങ്ങൾ വെബിനാറിൽ പങ്കെടുക്കുന്ന പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് പഠിച്ചു തുടങ്ങുക എന്നുള്ളത്. ഈ പഠനത്തിന് കൃത്യമായിട്ടൊരു സ്ട്രാറ്റജിയും ഒപ്പം തന്നെ ടൈം മാനേജ്മെന്റും മുൻവർഷ ചോദ്യപേപ്പറുകളുടെ അസസ്മെന്റും കൃത്യമായ ഗൈഡൻസും ഒപ്പം തന്നെ കൃത്യമായ ഒരു മെന്റർഷിപ്പ് സപ്പോർട്ടും വേണം. ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്കായിട്ട് നൽകുന്നത്. മാത്രമല്ല നമ്മുടെ കോഴ്സ് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോകത്തിന്റെ ഏത് കോണിലിരുന്നും കൃത്യമായിട്ട് എക്സാമിനെ അസസ് ചെയ്യാനും ഒപ്പം തന്നെ വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനും പറ്റുന്ന രീതിയിലാണ് ഏണസ്റ്റ് അക്കാഡമി ഇത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കറിയാം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുകയല്ല നമ്മുടെ ലക്ഷ്യം, മറിച്ച് റാങ്ക് ലിസ്റ്റിന്റെ ഏറ്റവും മുന്നിലെത്തുക എന്നുള്ളതാണ്. ഇപ്പം റാങ്ക് ലിസ്റ്റിൽ കയറി കിടന്ന് ഏതെങ്കിലും കാലത്ത് അഡ്വൈസ് കിട്ടിയിട്ട് കാര്യമില്ല, മറിച്ച് നമുക്ക് ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ എക്സാം എഴുതി വിത്തിൻ 1 ഇയർ തന്നെ നമുക്ക് അഡ്വൈസ് കിട്ടണം. ആ രീതിയിൽ നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ കോഴ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും വെബിനാറിനെ പറ്റി കൂടുതൽ അറിയുന്നതിനുമായി നിങ്ങൾക്ക് താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ ഒരു പോസ്റ്റിന് തയ്യാറെടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർക്കാർ ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.